ഹലോ അസ്സലാമലൈക്കും. ഇന്നിപ്പോൾ ടെറസിൻ്റെ മേലെ രണ്ട് പൂച്ചകൾ പെട്ടതാണ് കേട്ടോ. 3-4 ദിവസമായിട്ട് ഞങ്ങൾ രണ്ടും അതിൻ്റെ ഭക്ഷണവും കിട്ടാതെ മേലെ കേട്ടോ. അത് ഞങ്ങൾക്ക് അറിയണ്ടായില്ല. പിന്നെ ഇങ്ങനെ ഒരു സംശയം, എപ്പോൾ നോക്കിയാലും കരച്ചിൽ മാത്രം കേൾക്കുന്നുണ്ട്. ഇറ്റങ്ങൾ പുറത്ത് പോകണില്ലേന്നാവോ എന്ന് വിചാരിച്ചിട്ട് മരത്തുമ്പോൾ കൂടെ എങ്ങനെയോ കയറി പറ്റിയതാണ്, പക്ഷേ ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ മേലോട്ട് കയറി നോക്കിയതാണ് കേട്ടോ, എങ്ങനെയും ഒന്ന് ഇറക്കി വിടാൻ പറ്റുമെന്ന്. പിന്നെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾക്ക് തൊട്ടും തലോടിയൊന്നും ശീലമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഉപദ്രവിക്കാൻ സാധ്യത ഉണ്ടെന്ന് പേടിച്ചിട്ടേ. അപ്പോൾ പേടിച്ചങ്ങോട്ട് ഇറങ്ങി. അവിടെ കുറച്ച് ഉയരം കുറഞ്ഞ സ്ഥലമായതുകൊണ്ട് അങ്ങോട്ട് ഓടിച്ചിട്ടപ്പോൾ ചാടി ഇറങ്ങി കേട്ടോ. അങ്ങനെ സാഹസികമായി ഞങ്ങൾ 2 പൂച്ചകളെ രക്ഷപ്പെടുത്തി. അങ്ങനെ കേട്ടോ. ഇവിടുന്ന് മേലെ നിന്ന് നോക്കിയുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ഇപ്പോൾ കുറച്ച് മരങ്ങളും തെങ്ങൊക്കെ വലുതായ കാരണം ഒന്നും കാണാൻ പറ്റണില്ല. ആദ്യമൊക്കെ ഞങ്ങൾ ഇതിൻ്റെ മേലെ കയറി വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഇതിൻ്റെ മേലെ കയറി ഇരുന്നിരുന്നു കേട്ടോ. അന്നൊക്കെ ഇവിടെ നിന്ന് ഒന്നും കൂടി നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ വലിയ മരങ്ങളൊക്കെ വലുതായപ്പോഴേ അധികം ഒന്നും കാണാൻ പറ്റാതായി. ഇപ്പോൾ ഇന്നിപ്പോൾ പൂച്ചനെ ഇറക്കി വിടാമെന്ന് വിചാരിച്ച് വന്നതാട്ടോ. അതുകൊണ്ട് കയറിയതാണ്, അല്ലെങ്കിൽ ഇന്നും കയറലുണ്ടാവില്ല. കുറേ കാലത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ടെറസിൻ്റെ മേലെ കയറി നോക്കുന്നത് കേട്ടോ. ആദ്യമൊക്കെ ലാമി ജനിച്ചിട്ട് 1-2 പ്രാവശ്യം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ കുട്ടിയാകുമ്പോൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ മേലെ വന്നിട്ടേ ഇല്ല കേട്ടോ. ആദ്യമായിട്ടാണ്. അതാണിപ്പോൾ എന്തോ ഒരു പ്രത്യേകതയൊക്കെ അവൾക്ക്. ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ടെറസിൻ്റെ മേലൊക്കെ അവളെ കയറ്റിയിട്ടില്ല ഞങ്ങൾ. അവിടെ പോയി മേലെ ടെറസിൻ്റെ മേലെ പോയി പെട്ട ടീമാണിത്. ഇതിലൊരു വഴിയുണ്ട് കേട്ടോ. ഇതിൽ ഒരുപാട് വീടുകളുണ്ട്. ഇവിടെ കൊഴിഞ്ഞ് കിടക്കുന്ന പറമ്പായിരുന്നു. കുറഞ്ഞ വിലക്ക് എടുത്തതാട്ടമ്മ. 10 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. പൂ പറിച്ചിട്ട് നോക്കാന്നോ? ഇത് ആടാ? 3 മുട്ടായി തിന്നൂല കേട്ടോ. കൊടുത്തോ? 3 മുട്ടായി എടുത്തോ? രാത്രി കൊടുത്തൂലേ? മുട്ടായി തിന്നൂല കേട്ടോ പൂച്ച. ഇല്ല ഇല്ല ഇല്ലല്ല ഇല്ല. പൂച്ച മുട്ടായി ഒന്നും ആ മാതിരമുള്ള കഴിക്കൂല കേട്ടോ. അത് ലാമി പൂച്ചക്ക് മുട്ടായി ഇട്ട് കൊടുത്തു. 3 മുട്ടായി ഇന്നലെ രാത്രി ഞാൻ കൊടുത്തതാണ്. അപ്പോൾ വിശക്കൂല എന്നാണ് അവൾ പറയണത് കേട്ടോ. നമ്മളിവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ഒഴിഞ്ഞ പറമ്പാണ്. പിന്നെ മഴക്കാലത്ത് ഇതുപോലെ കാട് പൊങ്ങും. പിന്നെ വേനലായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉണങ്ങി പാറ അങ്ങനെ കാണും കേട്ടോ. ഇരിക്കാൻ പറ്റിയ നല്ല നല്ല പാറകളുണ്ട് കേട്ടോ, കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയ. പക്ഷെ ഇപ്പോൾ കാട് മൂടിയ കാരണം കാണാൻ പറ്റാഞ്ഞിട്ടാണ്. കണ്ടതിലൊക്കെ ഷോർട്ട് വഴികൾ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ചാൾ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡാണ്. വേട്ടേക്കോട് മഞ്ചേരി റോഡാട്ടോ. ഇതിലൊക്കെ ഇങ്ങനെ കുഞ്ഞു റോഡുകൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷോർട്ട് വഴികൾ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട എല്ലായിടത്തും ഉണ്ട് കേട്ടോ. കുറച്ചും കൂടി പോകുന്ന ഒരു 100-300 മീറ്ററൊക്കെ പോകുന്ന കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോർട്ട് വഴികളുണ്ടാവും. ഇപ്പോൾ ഒരു റോഡ് അങ്ങോട്ടും ഒരു റോഡ് ഇങ്ങോട്ടും കേട്ടോ. ലാമി പിന്നാലെ വന്നാൽ എങ്ങോട്ടാണെന്നൊരു പിടുത്തമല്ല കേട്ടോ. കണ്ടോ, ഇതിലാണ് നമ്മൾ വരുന്നത് കേട്ടോ. പക്ഷേ ഇതിലങ്ങോട്ടും വേറെ റോഡുണ്ട്. ഇവിടുത്തെ സത്യം പറഞ്ഞാൽ ഞാൻ പോയി നോക്കിയിട്ടില്ല. ഒരുപാട് വീടുകളുണ്ടോ? അവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഈ പാറകളാണ് കംപ്ലീറ്റ് ഇവിടെ. സത്യം പറഞ്ഞാൽ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ തറടാല കല്ലൊക്കെ ഇവിടെ തന്നെ കിട്ടും. കണ്ടോ? ഞാൻ ഈ വഴിക്ക് പോയിട്ടില്ല. ഇതൊക്കെ ആരോ സ്ഥലം വാങ്ങി എന്താ കശുവണ്ടിയും തെങ്ങുമൊക്കെ കുഴിച്ചിട്ടുണ്ടോ. അങ്ങനെ ഞങ്ങളിതിൽ വന്ന് കാട്ടുകൂടെയൊക്കെ വന്നിട്ട് ഇവിടെ ഒരു ഇറക്കുള്ള സ്ഥലമാണ്. ഇവളിവിടെ വന്ന് വീണു. അങ്ങനെ കണ്ണീരൊക്കെ ഒഴുകി അവിടെ ഇരിക്കണം കേട്ടോ. കണ്ണീരൊക്കെ ഒഴുകി ഞങ്ങളിവിടെ ഇരിക്കണം. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. പിന്നെ ഇരിക്കാനുള്ള നല്ല അടിപൊളി പാറകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഇരിക്കാൻ നല്ല രസമാണ്. പിന്നെ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പാടം പോലുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ അങ്ങോട്ടൊന്നും പോകാനുള്ള മൂടില്ല അപ്പോൾ. കാരണം അവൾ ശരിയാവില്ല, അവൾക്ക് നടക്കാനറിയില്ല. അവൾ വീയാണ് അല്ലേ പോനാ?
പൂച്ചെടി അല്ലേ? ഇതിൻ്റെ പേര് ശരിക്കും എന്താവോ? പൂച്ചെടി തന്നെയാണാവോ? നമ്മളൊക്കെ തന്നെ പറയുന്നത് പൂച്ചെടിക്കായ, പൂച്ചെടി പൂവ് എന്നൊക്കെ പറയട്ടോ. പുലി ഉണ്ടാവും അവിടെയൊക്കെ. അല്ല, അങ്ങനെ ആരെങ്കിലും വന്നു നിന്നാലും നമ്മൾ അറിയൂല കേട്ടോ. അവിടെയാണ് നമ്മളെ വീട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളെ വീടാണ് കുറച്ചൊരു ഉയരത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് കാണാൻ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. ഈ പറമ്പിലൊരു പ്രത്യേകത കേട്ടോ, എവിടെ നോക്കിയാലും ഇതുപോലെ തെച്ചി, ഇഷ്ടം പോലെ തെച്ചി പൂക്കളാട്ടോ. ചെത്തി തെച്ചി ചെത്തി എന്നൊക്കെ പറയുമല്ലോ. കംപ്ലീറ്റ് സ്ഥലങ്ങളിലും വലിയ വലിയ, ഇതിപ്പോൾ ചെറുത് കുഞ്ഞായിട്ട് ഇവർ വെട്ടിയത്, കാട് വെട്ടിയപ്പോൾ പോയതാട്ടോ. അല്ല, ചിലരൊക്കെ ചട്ടിയിൽ കുഴിച്ചിടുന്ന സാധനമാണ് കേട്ടോ. അത് പൈസ കൊടുത്ത് വാങ്ങിയാണ്ട് കുഴിച്ചിടുന്ന സാധനം കേട്ടോ. ഇത് പിന്നെ നമ്മളെ വീട് കേട്ടോ. നമ്മളെ വീട് നിൽക്കുന്ന ഏരിയ ഒരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് 4 പുറം നോക്കാനും കുറച്ച് ഉയരമുള്ള ഒരു പ്രദേശമാണ് അവിടെ. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കാനൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. എന്താ പറയുക, നല്ല കാറ്റും ഒക്കെ ഉള്ളൊരു ഏരിയയാണ്. ഇവിടെ ആകെയുള്ളൊരു കുറവ് വെള്ളത്തിൻ്റെ പ്രശ്നം മാത്രം. ഇവിടെ ആകെയുള്ളൊരു കുറവാണ് വെള്ളത്തിൻ്റെ പ്രശ്നം കേട്ടോ. വെള്ളം ക്യാഷ് കൊടുത്ത് 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ അടിപ്പിക്കുകയാണ്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കുഴലടിച്ചിട്ട് ഇവിടെ ഒരുപാട് ആളുകൾക്ക് വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ പരിസരം ഫുള്ള് കുഴൽക്കിണറാണ്, നല്ല വെള്ളമുണ്ട്, വറ്റുന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ കുഴലടിക്കാനും അത്യാവശ്യം ക്യാഷ് വേണം. കാരണം അതൊരു പാറ പോലുള്ളൊരു ഏരിയയാണ്. ഒരു 4 കോല് 5 കോല് താഴ്ത്തുമ്പോഴേക്ക് തന്നെ നല്ല പാറയാണ്. അപ്പോൾ ഒരുപാട് താഴ്ത്തുകയും വേണം. വെള്ളം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം വറ്റി പോകുന്ന അങ്ങനത്തെ ഒരു ഇതല്ല കേട്ടോ. പരിസരത്തൊക്കെ കുഴൽക്കിണർ തന്നെയാണ്. ചിലർക്കൊക്കെ ഈ റോഡ് കണ്ടോ, അപ്പം മുന്നിലുള്ള ഈ മണ്ണ് നിറച്ചാണ്, ആ റോഡിനൊക്കെ കുറേ കിണറുകളുള്ള വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആളുകൾ ചെറിയ സ്ഥലങ്ങൾ വാങ്ങി വീട് വെച്ചതാട്ടോ. ഇതൊക്കെ ഒരു ഒഴിഞ്ഞു കിടക്കുന്നൊരു പറമ്പായിരുന്നു. പിന്നെ ആളുകളൊക്കെ മുറിച്ച് വാങ്ങി ഇപ്പോൾ എല്ലായിടത്തും വീടുകളൊക്കെ ആയിട്ടോ. ഇവിടെ ശാന്തമായൊരു ഏരിയയാണ്. പക്ഷേ വെള്ളത്തിൻ്റെ ആ ഒരു വിഷമം ഭയങ്കരമായിട്ടുണ്ട്. ക്യാഷുള്ളവർക്ക് പ്രശ്നമില്ല കേട്ടോ. ക്യാഷുള്ളവർക്ക് പിന്നെ പെട്ടെന്നുണ്ടല്ലോ. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. ഇത് ഇവിടെ എന്തൊരു മണൽ ഇതുപോലുള്ള മണ്ണ് മെറ്റലൊക്കെ കൊടുന്ന് കൂട്ടി മൂടി വെച്ചത് മഴക്കാലത്ത് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ കുറച്ച് മണലൊക്കെ ഉണ്ട് കേട്ടോ. മെറ്റൽ പിന്നെ ഒലിച്ചു പോകുന്നില്ലല്ലോ. പിന്നെ കഴിഞ്ഞ് പിന്നെ ഇതാ കുറച്ച് സ്ഥലം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ സ്ഥലം തന്നെ ഉള്ളൂ കേട്ടോ. കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ വീടും അതിന് മുറ്റെന്ന് പറയാൻ ആകെ ഈ ഒരു ഗ്യാപ്പേ ഉള്ളൂ, ഇത്തിരിയേ ഉള്ളൂ. അതന്നെ മതി. എപ്പോൾ നോക്കിയാലും മുറ്റടിച്ച് വാരിയിട്ടൊന്നും കാര്യമില്ല. നമ്മളൊരു മരങ്ങളാണ്. അപ്പം ഇങ്ങനെ ഇലകൾ ചാടിക്കൊണ്ടിരിക്കും കേട്ടോ. 2-3 നല്ല പ്ലാവുണ്ട്, പക്ഷേ ചക്കല്ല. എന്താ സംഭവം എന്നറിയില്ല. 3-4 മരം ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ണമുള്ള മരമാണ്. പക്ഷെ ഒറ്റ ചക്ക പോലും ഇല്ല. ചക്ക പൊട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. ഉമ്മ വല്ല ആഗ്രഹിച്ച് കുഴിച്ചുണ്ടാക്കിയതാ, പക്ഷെ ഉണ്ടായില്ല. ഒരൊറ്റൊന്നു പോലും ഉണ്ടായില്ല. 3 ഇവിടുത്തെ ഈ ഭാഗത്ത് തന്നെ ഉണ്ട് 3-4 മരം. അപ്പുറത്തും ഉണ്ട്. അപ്പോൾ ചക്ക പൊട്ടാൻ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ എന്തെങ്കിലും ടിപ്സ് വലുതോ അറിയണവരുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. പിന്നെ തെങ്ങ് 3 തെങ്ങുണ്ട് കേട്ടോ. കണ്ടോ, 1 ഇത് 2 ഇത് 3 ഇത്. പിന്നെ ഇവിടെ ആണുങ്ങളാരും നോക്കാനും ഇതിനൊന്നുമില്ല. ഒക്കത്തിന് ഉമ്മയാണ്. അപ്പം അമ്മക്ക് ഈ അറ്റാക്കും പ്രശ്നങ്ങളും വന്ന കാരണം അമ്മക്ക് ഇപ്പോൾ വല്ലാതെ അനങ്ങാനൊന്നും വയ്യ. പിന്നെ ഇത് ഈ അതിരുമ്പോൾ തന്നെ ആയ കാരണം മൊത്തം കളച്ച് നന്നാക്കാനൊന്നും കഴിയില്ല. അതിലെ റോഡ് പോയി, താഴോട്ടുള്ള റോഡതിലെ പോയി. അതിരിക്കാൻ റബേ കൂർത്ത കല്ലുമരുന്ന വേദന ആവൂലേ? ഇതിമേലിരിക്കാൻ പാടില്ല. ആട് നോക്കുന്ന ആൾക്കാരാട്ടോ. മതിലൊന്നും കെട്ടിയിട്ടില്ല. മതിൽ എന്താ പറയുക, നമ്മുടെ അതിര് വേർതിരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അമ്മ അങ്ങനെ എന്തൊക്കെയോ ഒരു ചെടി കൊടുന്ന് കുത്തിയതാണ് ഈ റോഡ് സൈഡിൽ. അല്ലെങ്കിൽ ഈ വണ്ടികളൊക്കെ നമ്മുടെ മുറ്റത്ത് കൂടെ പോവുകയാണ്. അപ്പം അമ്മ കുറച്ച് കല്ലൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് ഇതാക്കി. അല്ലെങ്കിൽ ഇതിലൊക്കെ കയറി വണ്ടികളൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. വേറെ വണ്ടി വരുമ്പോൾ സൈഡ് കൊടുക്കുന്നതൊക്കെ നമ്മളെ മുറ്റത്ത് കൂടെയൊക്കെ ആയിരുന്നു. കുട്ടികളൊന്നും വിശ്വസിച്ചോടെ ഇരുത്താനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ 4 അങ്ങനെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഇതിൽ അങ്ങനെ ചെയ്ത് കൊടുത്തു. കാരണം വെച്ചാൽ ബുദ്ധിമുട്ടായിരുന്നു റോഡിലേക്ക്. പിന്നെ ഇവിടെ ഈ വഴി എടുത്ത സമയത്തും
നമ്മളിൽ നിന്നാണ് കുറേ സ്ഥലമൊക്കെ പോയത് കേട്ടോ. അപ്പുറത്തൊന്നും പോയില്ല. അപ്പുറത്തൊക്കെ കാലിയായിട്ട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും എടുക്കാതെ നമ്മുടെ ഈ ഉള്ള ഒരു ഇത്തിരി സ്ഥലമുള്ള അതിൽ നിന്നാണ് ആകെ ഈ ഒരു ഗ്യാപ്പേ ഉള്ളൂ. ഇവിടെ നിന്നാണ് ഇവർ ഇങ്ങോട്ട് തള്ളിയിട്ടാണ് എടുത്തത്. കാരണം ചോദിക്കാനും പറയാൻ ആളില്ലാഞ്ഞിട്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ. നമ്മളെ വ്യൂ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇവിടുന്ന് നോക്കിയാൽ കണ്ടോ, ഞങ്ങൾ ഇന്നും കൂടി ഇവിടെ ഉണ്ടാവുള്ളൂ, നാളെ പോകും. ഇന്നലെ ജ്യേഷ്ഠത്തിൻ്റെ മോന് എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം അവൻ്റെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നും കൂടി നിൽക്കണം കേട്ടോ. അപ്പോൾ നാളെ രാവിലെയൊക്കെ ആയിട്ട് ഞങ്ങൾ പോകും ഇൻഷാ അല്ലാഹ് മക്കരപ്പറമ്പിൽ. അപ്പോൾ പുതിയ സബ്സ്ക്രൈബ്സൊക്കെ ഒരുപാട് വന്നതുകൊണ്ട് ഇനി മക്കരപ്പറമ്പിലെ വിശേഷങ്ങളൊക്കെ ഇടാം കേട്ടോ. അവിടെ നല്ല രസമുള്ള ഏരിയ ആണല്ലോ, നമ്മളെ പാടവും പറമ്പൊക്കെ ആയിട്ട്. ആ വീഡിയോസൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ മുതൽ ഇടാം. പിന്നെ നമ്മളിവിടെ ഒരു നീല ടാങ്ക് കണ്ടോ. ഇത് കാണുന്നവർ വിചാരിക്കും ഇതെന്താ ഫ്രണ്ടിൽ തന്നെ ടാങ്ക് കൊണ്ടുപോയി വെച്ചതെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ 500 രൂപ കൊടുത്തിട്ട് ഒരു ടാങ്ക് വെള്ളം അടുപ്പിക്കുകയാണ് ഇവിടെ ചെയ്യണത്. അപ്പോൾ അവർ 2 പേരായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടി വരുമ്പോൾ കൂടുതൽ അടുപ്പിക്കേണ്ട അവസ്ഥ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ താഴെ ഒരു കിണർ പോലെ ഒരു 2000 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് മേലക്ക് ടെറസിൻ്റെ മേലക്ക് അടിച്ച് കയറ്റുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് പൈസ കൊടുത്തിട്ടാണ് അതിൽ കൊണ്ടുവന്ന് അടിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഓരോ അവസ്ഥകൾ. വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. ഉമ്മാക്ക് ഒതു കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. വെള്ളത്തിന് ഒതു കൊടുക്കാനൊക്കെ തൊട്ടപ്പുറം ഇപ്പുറമൊക്കെ കുഴൽക്കിണറുകളുണ്ട്. പക്ഷേ അവരോടൊന്നും നമുക്ക് അടുപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഗതി കിട്ടുന്ന സമയത്ത് ഉമ്മ അപ്പുറത്ത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു വീടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവരെ മുറ്റത്തെ പൈപ്പിൻ്റെ ചോട്ട് പോയിട്ട് ഒതു കൊടുത്തിട്ട് വരുന്നു പറഞ്ഞു. അല്ലാതെ വേറെ ബക്കറ്റിലും കുടത്തിലൊന്നും പോയി കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. സാധാ കിണറായിരുന്നെങ്കിൽ നമുക്ക് പോയി കോരി കൊണ്ടുവരികയും ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. അവർ കറണ്ട് ചിലവാക്കി അവരുടെ ടാങ്കിലേക്ക് അടിച്ച് വെച്ചതല്ലേ. അപ്പോൾ നമ്മൾ കുടത്തിലും എപ്പോഴെങ്കിലും ഒക്കെ ഒരു കുടമൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇത് സ്ഥിരമായിട്ടൊന്നും വഴിയില്ലല്ലോ. സാധാ കിണറായിരുന്നെങ്കിൽ നമുക്ക് കോരാം. ഇതും പറ്റില്ല. അപ്പോൾ ഒതെടുക്കാനൊക്കെ അമ്മ അവിടെ വരെ പോകുമെന്ന് പറഞ്ഞു. പിന്നെ ഇന്നിനിപ്പോൾ ഇവിടെ നിൽക്കും. നാളെ രാവിലെ അവിടെ നിന്ന് പോകും. ജ്യേഷ്ഠത്തിൻ്റെ മോനെ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ ഒരു ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഉമ്മയും എൻ്റെ ഒരു ജ്യേഷ്ഠത്തിയാണ് ഇവിടെ ഉള്ളത്. അവളുടെ ഡൈവേഴ്സാണ്. അവൾക്ക് കുട്ടികളും ഭർത്താവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉമ്മയും അവളും ഒറ്റയ്ക്ക് അവിടെ ഉണ്ടാവുള്ളൂ. അവർക്ക് അധികം വെള്ളമൊന്നും വേണ്ട. ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വരും കേട്ടോ. പിന്നെ മൂത്ത ജ്യേഷ്ഠത്തി അവൾക്ക് 2 മക്കളാണ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. പെൺകുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞു. അവരുടെ വീട് ഞാൻ നേരത്തെ കാണിച്ചത് ആ വഴിയില്ലേ, അതിൽ കുറച്ചവിടെ നടക്കാനുള്ള ദൂരം കേട്ടോ. ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. അപ്പോൾ അവളെ മോന് എഞ്ചിനീയറാണ്, ഇപ്പോൾ പഠിച്ച് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവൻ വന്നതുകൊണ്ട് ഒരു ദിവസം കൂടി അവൻ്റെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ച് നിൽക്കാം കേട്ടോ. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 5-6 ദിവസമായല്ലോ. അപ്പോൾ ഇനി നാളെ രാവിലെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ മക്കരപ്പറമ്പിലേക്ക് പോകും. അപ്പോൾ നാളെ മുതൽ മക്കരപ്പറമ്പിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതുപോലെ താല്പര്യമില്ലാത്ത കേസൊക്കെ ആണെങ്കിൽ കമൻ്റ് ഇട്ട് അറിയിക്കണം കേട്ടോ. നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻ്റ് ഇട്ട് അറിയിക്കണം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. പിന്നെ ഇത് അയൽവാസി വീടാണ് കേട്ടോ. അവിടെ നിന്നാണ് ഉമ്മ കൊടുത്തിട്ടൊക്കെ വരാറുള്ളത്. കാരണം വെള്ളമില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അത് ഒരു വീട്ടിലൊരു വെള്ളമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് പിന്നെ ഉറങ്ങിയ പോലെ ആയിരിക്കും. പിന്നെ ഞങ്ങൾ വരുമ്പോൾ 2 ട്രിപ്പും ഒക്കെ അടിക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ നിങ്ങളെ ദുആയിൽ പ്രാർത്ഥനയിൽ നമ്മുടെ ഉമ്മാനെയും എന്നെയും എൻ്റെ മക്കളെയും എല്ലാവരും ഉൾപ്പെടുത്തുക. ഉമ്മാക്കൊരു കുടിവെള്ളത്തിന് ഒരു ഒതു എടുക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. പൈസ കൊടുത്ത് വാങ്ങണതിന് ഒരു ലിമിറ്റില്ലേ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ആയി കിട്ടാനൊക്കെ എല്ലാവരെയും ദുആയിൽ ഉമ്മാനെയും കൂടി ഉൾപ്പെടുത്തണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.